കല്യാണ കച്ചേരി. അതെന്താ പെണ്ണെ നീ ടെസ്റ്റ് ചെയ്യാതിരുന്നത്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ടെസ്റ്റ് ചെയ്ത് നോക്ക് ഭൂമി. സുമി, ചിലപ്പോൾ അതിൻ്റെ തോന്നലാണെങ്കിലോ? അത് കൊള്ളാം. നീയല്ലേ പറഞ്ഞത് പീരീഡ്സ് മിസ്സായിട്ട് 2 ആഴ്ച കഴിഞ്ഞെന്ന്? അതെ, അത് ശരിയാ. എന്നാലും 2 ദിവസം കൂടി കഴിഞ്ഞിട്ട് നോക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെ. പക്ഷേ എനിക്ക് തോന്നുന്നത് നീ പ്രഗ്നൻ്റ് ആണെന്നാ. അതെന്താ അങ്ങനെ തോന്നാൻ? ഭൂമിക്കതറിയാൻ ആകാംക്ഷയായി. അതല്ല, 2-3 ദിവസം കൊണ്ട് ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്ക് വല്ലാത്തൊരു തളർച്ചയും ക്ഷീണവും. മാത്രമല്ല, ഇപ്പോൾ പഴയതുപോലെ ഒന്നിലും ഒരു ഉത്സാഹം ഇല്ലാത്ത പോലെ. സുമി ഓരോ കാര്യങ്ങളായി പറയുമ്പോൾ ഭൂമി പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കി. അവൾ പറയുന്നതെല്ലാം ശരിയല്ലേ എന്നേ അർത്ഥത്തിൽ. അതൊക്കെ പോട്ടെ, നീ എന്തെടുക്കുക? നാളെ റിവിഷനുള്ളതൊക്കെ പഠിച്ചോ? ഇല്ല, ഇനി വേണം പഠിക്കാൻ. ഞാൻ കുളിച്ചു കഴിഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് കിടന്നു. ക്ഷീണമുണ്ടോ നിനക്ക്? ചെറുതായിട്ട്. വോമിറ്റ് ചെയ്യാനോ മറ്റോ തോന്നുന്നുണ്ടോ? ഏയ്, അങ്ങനൊന്നും തോന്നില്ല. എങ്കിൽ നീ കുറച്ച് സമയം റെസ്റ്റ് എടുക്ക്, എന്നിട്ട് പഠിക്കടി. ഓക്കെ. സുമി ഫോൺ വെച്ചതും കുറേ സമയം ഭൂമിയെ കിടപ്പ് കിടന്നു. ശേഷം പതിയെ എഴുന്നേറ്റ് വാളിലെ വലിയ മിററിന് മുൻപിൽ ചെന്നു. പാൻറ്റിന് മുകളിലിട്ടിരുന്ന ബ്ലാക്ക് ടീഷർട്ട് മെല്ലെ ഉയർത്തി. നഗ്നമായ വയറ് കണ്ണാടിയിൽ കണ്ടതും അറിയാതെ അവളുടെ കൈ അവിടേക്ക് ചേർന്നു. നേരത്തിനുള്ളിൽ അവൾക്ക് കണ്ണ് നിറഞ്ഞു. കാരണം പോലും അറിയാതെ ഒരു തുള്ളി കണ്ണുനീർ അവളുടെ കണ്ടെടുത്തിൽ തങ്ങി നിന്നു. താഴേക്ക് പോലും ഒഴുകാൻ മടിച്ച് അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. പെട്ടെന്നാണ് അല്പം തണുപ്പുള്ള 2 കൈകൾ വന്ന് അവളുടെ ഉദരത്തിനെ പൊതിഞ്ഞത്. കഴുത്തിടുക്കിലേക്ക് അവൻ്റെ അതരം അമർന്നതും അവൾക്ക് ഉടൽ വിറിച്ചു. പെട്ടെന്ന് അവൾ മിഴികൾ തുറന്നു. ഒരു വേള കാർത്തിയുടെ നോട്ടം അവളുടെ നിറഞ്ഞൊഴുകാൻ വെമ്പി നിന്ന കണ്ണുകളിൽ ഉടക്കി. എന്തു പറ്റി? എന്താ മുഖം വല്ലാതിരിക്കുന്നത്? താൻ ഓക്കെ അല്ലേ? അവനിൽ നിന്ന് ഒരു ചോദ്യ പെരുമഴ തന്നെ ഉയർന്നതും ഒരു വേള എന്തു പറയണമെന്നറിയാതെ അവളും ശങ്കിച്ചു. എന്താടോ പറ്റിയത്? അവൾ മറുപടി പറയാതെ മൗനമായി നിൽക്കുന്നത് കണ്ടതും അവൻ വീണ്ടും ചോദിച്ചു. എനിക്ക് ചെറിയൊരു തലവേദന. എവിടെ? വയറിനോ? കാർത്തി അവളെ കളിയാക്കും പോലെ ചോദിച്ചതും ഭൂമി കള്ള പരിഭവം കാട്ടി അവനിൽ നിന്നും വിട്ടുമാറി ബാൽക്കണിയിലേക്ക് നടന്നു. സന്ധ്യ മയങ്ങി തുടങ്ങിയതുകൊണ്ട് തന്നെ ആകാശം ചെഞ്ചോ പണിഞ്ഞിരുന്നു. കലപില ശബ്ദമുണ്ടാക്കി കൂടണയാനായി പറന്നകലുന്ന പക്ഷിക്കൂട്ടങ്ങളിൽ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ് ഭൂമി. ഞാൻ ചോദിച്ചതിന് താൻ മറുപടി പറഞ്ഞില്ലല്ലോ. താൻ എന്തിനാ കരഞ്ഞത്? അത് വെറുതെ കരയാൻ തനിക്കെന്താ വട്ടാണോ? അല്പം ഗൗരവത്തിൽ കാർത്തിയത് ചോദിച്ചതും മറുപടിയില്ലാതെ നിന്നുപോയി ഭൂമി. എടോ, താൻ എന്തെങ്കിലും പറയൂ. പരീക്ഷപ്പേടിയാണോ? പെട്ടെന്ന് കാർത്തി അങ്ങനെ ചോദിച്ചതും പരീക്ഷപ്പേടി കൊണ്ടാണ് കരഞ്ഞതെന്ന് അവളും സമ്മതിച്ചു കൊടുത്തു. എടോ, താനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത് പോലെ അത്ര വലിയ സംഭവമൊന്നും അല്ലേ പരീക്ഷ. നന്നായി പഠിക്കുക, നമുക്കറിയാവുന്നത് നന്നായി എക്സാമിന് എഴുതുക, ബാക്കിയൊക്കെ അതിൻ്റെ വഴിയേ നടന്നോളും. ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ ആലോചിക്കണ്ട, കേട്ടല്ലോ? അവളുടെ 2 കവിളിലും കളിയായി പിടിച്ചു വലിച്ചുകൊണ്ടാണ് അവൻ പറഞ്ഞത്. പെട്ടെന്നൊരു ഉൾപ്രേരണയാൽ ഭൂമി കാർത്തിയെ ഇറുക്കിപ്പുണർന്നു. അവൻ അവളുടെ തലമുടിയിൽ മെല്ലെ തലോടി. അതിൽ സുഖം പിടിച്ചവൾ കൂടുതൽ അവനോട് പറ്റിച്ചേർന്നു. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? എന്തേലും പഠിക്കണ്ടേ? സമയം എത്രയായി നാ വിചാരം? കുറേയേറെ നേരത്തിന് ശേഷം അവൻ പറഞ്ഞു. പെട്ടെന്ന് പഠിക്കാനുള്ളത് ഓർമ്മ വന്നതുപോലെ അവൾ അടർന്നു മാറി. അവൾ റൂമിലേക്ക് ചെന്നപ്പോൾ സുഭദ്ര അവരെ താഴെ നിന്നും വിളിച്ചത്. ഭൂമി, കാർത്തി, ഇതാരൊക്കെ വന്നു നോക്കിയേ. പെട്ടെന്ന് സുഭദ്ര അത് പറഞ്ഞതും ഭൂമി കാർത്തിയെ വിളിച്ചുകൊണ്ട് താഴേക്ക് നടന്നു. അപ്രതീക്ഷിതമായി ദേവിനെയും അവൻ്റെ അമ്മയെയും അവിടെ കണ്ടപ്പോൾ ഭൂമിയുടെ മിഴികൾ വിടർന്നു. പക്ഷെ കാർത്തിക്കിന് എന്തോ ഒരു അസ്വസ്ഥത തന്നെ വന്ന് മൂടും പോലെ തോന്നി. ദേവിൻ്റെ അമ്മയ്ക്ക് ഭൂമിയോടുള്ള അമിതമായ സ്നേഹം അതെന്തുകൊണ്ടാണെന്ന് ഓർക്കുമ്പോൾ അവന് വല്ലാത്തൊരു തരം ഇഷ്ടക്കേട്. എങ്കിലും ഒരു പുഞ്ചിരിയോടെ കാർത്തി അവിടേക്ക് ചെന്നു. ആ ദേവ്. കാർത്തി ദേവിനെ വിഷ് ചെയ്തുകൊണ്ട് അവനടുത്തേക്കിരുന്നു. അമ്മയുടെ കയ്യിൽ പ്ലാസ്റ്റർ എടുത്തിട്ട് ഒരാഴ്ചയായി. എന്നും പറയും പുറത്തേക്ക് പോകണമെന്ന്. അതുകൊണ്ട് ഇന്ന് അമ്മയും കൂട്ടി വെറുതെ പുറത്തേക്കൊന്ന് ഇറങ്ങി. തിരിച്ചു വരുന്ന വഴി അമ്മയാ പറഞ്ഞേ, നമുക്ക് ഭൂമിയെ കൂടി കണ്ടിട്ട് പോകാമെന്ന്. ദേവ് പറഞ്ഞു. മോളിങ്ങി അടുത്തേക്ക് വന്നേ. സുഭദ്രയുടെ അരികിൽ നിൽക്കുമായിരുന്ന ഭൂമിയെ
ദേവിൻ്റെ അമ്മ സരസ്വതി അടുത്തേക്ക് വിളിച്ചു. ഭൂമി നടന്നു ചെന്ന് സരസ്വതിയുടെ അരികിലിരുന്നു. ക്ലാസ്സൊക്കെ എങ്ങനെ പോന്നു? പരീക്ഷയൊക്കെ ആകാറായില്ലേ? അവളോടായി സരസ്വതി ചോദിച്ചു. നെക്സ്റ്റ് വീക്ക് എക്സാമാണ്. അതെയോ? റിവിഷനൊക്കെ കഴിഞ്ഞോ? അതിന് മറുപടിയായി ഭൂമി തലകുലുക്കി. ചോദിച്ചിട്ടും മതിവരാത്ത പോലെ സരസ്വതി ഭൂമിയോട് പിന്നെയും എന്തൊക്കെയോ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ആ സമയം ദേവും കാർത്തിക്കും കോളേജിലെ എന്തൊക്കെയോ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് അല്പം മാറിയിരുന്നു. പിന്നീട് സുഭദ്രയുടെ നിർബന്ധം കാരണം രാത്രിയിലെ ഡിന്നർ കൂടി അവിടെ നിന്ന് കഴിച്ചിട്ടാണ് ദേവും അമ്മയും മടങ്ങിയത്. അതേസമയം അനുപമയുടെ വീട്ടിൽ ഡൈനിങ് ടേബിളിന് ചുറ്റും ഇരിക്കുകയാണ് അനുപമയും കിരണും അഞ്ജലിയും അവരുടെ അമ്മയും അച്ഛനും. അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ അനുപമയെ അവളുടെ അച്ഛൻ അഭിലാഷ് വളരെ കഷ്ടപ്പെട്ടാണ് ജാമ്യത്തിലിറക്കിയത്. അതിനുശേഷം ഏത് വിധേനയും ഭൂമിയെ ഇല്ലാതാക്കണമെന്ന് പറഞ്ഞു നടക്കുവാണ് അനുപമ. ഹോളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും കിരണിൻ്റെ മുഖം കല്ലിച്ച് തന്നെയിരുന്നു. കിരണിൻ്റെ വീട്ടിൽ നിന്നും അവർക്കുണ്ടായ മോശം അനുഭവമാണ് അതിന് പിന്നിലെന്ന് എല്ലാവർക്കും നന്നായി അറിയാമായിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും കിരൺ സ്വന്തം മകനല്ലേ? മക്കൾ തെറ്റ് ചെയ്താൽ ക്ഷമിക്കേണ്ടത് അമ്മമാരല്ലേ? അങ്ങനെ ഒരു പരിഗണന പോലും കിരണിനും അഞ്ജലിക്കും ആ വീട്ടിൽ നിന്ന് കിട്ടിയില്ലോ എന്നോർക്കുമ്പോഴാണ് എനിക്കൊരു വിഷമം. എരിതീയിൽ എണ്ണയൊഴിക്കും പോലെ അനുപമ അത് പറഞ്ഞപ്പോൾ അഞ്ജലിയുടെ കണ്ണുകളും ക്രൂരമായി തുടങ്ങി. അഭിലാഷാണെങ്കിൽ അവളിനി എന്താകും പറയാൻ പോകുന്നതെന്നറിയാൻ ഒരു കൗതുകത്തോടെ അവളെ നോക്കിയിരിക്കുകയാണ്. നിർമ്മല ഇതൊക്കെ കേൾക്കാൻ താല്പര്യമില്ലാത്ത പോലെ ഭക്ഷണം കഴിച്ച പ്ലേറ്റും എടുത്ത് അടുക്കളയിലേക്ക് നടന്നു. കിരണിൻ്റെ മുഖം ദേഷ്യത്താൽ വലിഞ്ഞു മുറുകുന്നത് കണ്ടതും അനുപമയ്ക്ക് ആവേശം കൂടി. ചേച്ചി പറഞ്ഞത് എത്ര ശരിയാണ്. ഞാൻ അവിടെ കുറച്ച് ദിവസം നിന്നിട്ടുള്ളെങ്കിൽ പോലും കിരണിൻ്റെ അമ്മയും അച്ഛനും കിരണിനെയും കിരണിൻ്റെ ഏട്ടനെയും രണ്ട് രീതിയിലാണ് കാണുന്നത്. അവരെല്ലാവരും അവസാന അഭിപ്രായം ഏട്ടൻ്റേതാണ്. കിരണിന് ആ വീട്ടിൽ യാതൊരു വിലയുമില്ല. അഞ്ജലിയുടെ വായിൽ നിന്ന് അതുകൂടി കേട്ടതോടെ ഭക്ഷണം പോലും കഴിക്കാതെ ഇരുന്നെടുത്തു നിന്ന് എഴുന്നേറ്റ് കിരൺ ആഹാരം കഴിച്ചിട്ട് പോ. അവരുടെ അച്ഛൻ അഭിലാഷ് കിരണിനെ വിളിച്ചു. വേണ്ടെങ്കിൽ എനിക്ക് കഴിക്കാൻ തോന്നില്ല. അവൻ മുകളിലെ മുറിയിലേക്ക് പോകുമ്പോൾ കുടിലതയോടെ അവനെ നോക്കി അഞ്ജലിയും അനുപമയും ചിരിച്ചു. അച്ഛനും അമ്മയും കിരണും അവരവരുടെ റൂമുകളിലേക്ക് പോയപ്പോൾ അനുപമയും അഞ്ജലിയും മാത്രം ആ ഹോളിൽ അവശേഷിച്ചു. അഞ്ജലി, നിന്റെ തീരുമാനം എന്താണ് കിരണിൻ്റെ കാര്യത്തിൽ? കിരൺ ഒരു മണ്ടനാണ് ചേച്ചി. നമ്മൾ എന്തു പറഞ്ഞാലും വിശ്വസിക്കും. ആ വിശ്വാസത്തിൽ പിടിച്ചു വേണം നീ കയറാൻ. അതേ ചേച്ചി, അവനെക്കൊണ്ട് തന്നെ ഞാൻ അവൻ്റെ അമ്മയും അച്ഛനെയും ജയിലിൽ കയറ്റും. നമ്മുടെ അച്ഛൻ അനുഭവിച്ചതിനെല്ലാം ഞാൻ എണ്ണി ഇവരോട് പകരം ചോദിക്കും. അത് പറയുമ്പോൾ അഞ്ജലിയുടെ മുഖത്ത് വല്ലാത്തൊരുതരം വന്യതയായിരുന്നു. അനുപമയ്ക്ക് ആ സമയത്ത് ഓർമ്മ വന്നത് 10ലും 7ലും പഠിക്കുന്ന 2 പെൺകുട്ടികളെയാണ്. അവരുടെ അച്ഛൻ അഭിലാഷ് ദുബായിൽ ബാലേന്ദ്രൻ്റെ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. വർഷങ്ങൾക്ക് മുൻപ് ആ സമയത്ത് കമ്പനിയിൽ എന്തോ തിരിമറി നടത്തിയതിൻ്റെ പേരിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. അന്ന് നിർമ്മല കരഞ്ഞ് കാല് പിടിക്കുന്നത് പോലെ ബാലേന്ദ്രനോട് പറഞ്ഞു അയാളെ പോലീസിൽ ഏൽപ്പിക്കരുതെന്ന്. പക്ഷെ അതൊന്നും കേൾക്കാതെ ബാലേന്ദ്രൻ അഭിലാഷിനെ പോലീസിൽ ഏൽപ്പിച്ചു. മാത്രമല്ല, നീണ്ട 7 വർഷക്കാലം ദുബായ് ജയിലിൽ അഭിലാഷ് കഴിഞ്ഞു. അന്ന് ചെറിയ കുട്ടികളായിരുന്നു അനുപമയും അഞ്ജലിയും. അവരന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയതായിരുന്നത്. അങ്ങനെ വർഷങ്ങളുടെ പഴക്കമുള്ള ഒരു പ്രതികാരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അച്ഛൻ അനുഭവിച്ച നാണക്കേടും വേദനയും അവരുടെ അച്ഛനും അറിയണം. നമ്മുടെ അമ്മ അനുഭവിച്ച കണ്ണീരിൻ്റെ ഇരട്ടി സുഭദ്ര കരയണം. എനിക്കോ കാര്യം നടത്തിക്കൊടുക്കാൻ പറ്റിയില്ല. അഞ്ജലി, നീയെങ്കിലും കിരണിനൊപ്പം നടന്ന് അവൻ്റെ വിശ്വാസം പിടിച്ചുപറ്റി ആ കുടുംബത്തിൻ്റെ കുട്ടിച്ചോറാക്കണം. അത് ചേച്ചി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഞാൻ അതിനുള്ള പണികളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. ഇനി വൈകാതെ കിരണിനെ കൊണ്ട് തന്നെ ഞാൻ അവൻ്റെ ഭാഗം ചോദിപ്പിക്കും. അല്പം കൂർമ്മതയോടെ അഞ്ജലി അത് പറഞ്ഞതും അനുപമയുടെ മുഖം കൂടുതൽ തിളങ്ങി. അതേസമയം മുറിയിൽ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞ് കിടക്കുവാണ് കിരൺ. കാര്യം അഞ്ജലി അവന് ഭയങ്കര ഇഷ്ടമാണെങ്കിൽ പോലും ഭാര്യ വീട്ടിൽ വന്നിങ്ങനെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. അതുമാത്രമല്ല, എത്ര നാളെന്നും പറഞ്ഞിങ്ങനെ താമസിക്കും? അങ്ങനെയുള്ള പലവിധ ചിന്തകൾ അവൻ്റെ മനസ്സിലൂടെ ഓടി നടന്നു. അതേസമയം തന്നെയാണ് അഞ്ജലി വാതിൽ തുറന്ന് അകത്തേക്ക് കയറി വന്നത്. കിരൺ ഇതുവരെ ഉറങ്ങിയില്ലായിരുന്നു. ഞാൻ കരുതി കിരൺ ഉറങ്ങിയിട്ടുണ്ടാകുമെന്ന്. ഞാൻ താഴെ ചേച്ചിയോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു.
ചേച്ചി ഇപ്പോഴും കരച്ചില്ല. കാർത്തിയേട്ടനെ വിവാഹം കഴിക്കാൻ സാധിക്കാത്തതിൽ കിരണിൻ്റെ അമ്മ ഒരാളാണ് ആ വിവാഹത്തിനെതിരെ നിന്നത്. കാര്യം നിങ്ങളുടെ കുടുംബക്കാരെ പോലെ അത്രയും പൈസയോ തറവാട്ട് മഹിമയോ ഒന്നും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾക്ക് അന്തസ്സുണ്ട്. കിരണിൻ്റെ ഏട്ടനെ കൊണ്ട് എൻ്റെ ചേച്ചിയെ വിവാഹം കഴിപ്പിക്കാതിരിക്കാൻ വേണ്ടി അമ്മ കണ്ടുപിടിച്ച ന്യായം അതായിരുന്നു. ഞങ്ങൾക്ക് സ്വത്തും പണവും ഇല്ലെന്ന്. കണ്ണിൽ കള്ളക്കണ്ണീർ വരുത്തി അഞ്ജലി അത് പറയുമ്പോൾ വിശ്വാസം വരാത്ത പോലെ ഒരു നിമിഷം കിരണും അവളെ നോക്കി. കാരണം അവനറിയുന്ന അവൻ്റെ അമ്മ ഒരിക്കലും സ്വത്തിനും പണത്തിനും മൂല്യം കൊടുക്കുന്ന ഒരാളായിരുന്നില്ല. അഞ്ജലി, നീ പറയുന്നതൊക്കെ ശരിയാണോ? പറയഞ്ജലി, സത്യമാണോ ഇതൊക്കെ? വിശ്വാസം വരാത്തതുപോലെ കിരൺ അഞ്ജലിയോട് ചോദിച്ചപ്പോൾ അവളും അല്പമൊന്ന് പതറിയിരുന്നു. ഞാൻ എന്തിനാ കിരണിനോട് കള്ളം പറയുന്നത്? അതും എൻ്റെ ചേച്ചിയുടെ ജീവിതം വെച്ച്. ചേച്ചിക്ക് ഇപ്പം തന്നെ വയസ്സ് 28ആയി. നിൻ്റെ ഏട്ടൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് ഏകദേശം 6 മാസം കഴിയാറായി. എൻ്റെ അമ്മ ഇപ്പോഴും ചേച്ചിയെ മറ്റൊരു വിവാഹത്തിന് വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. ഇപ്പോഴും ചേച്ചിക്ക് കിരണിൻ്റെ ഏട്ടനെ മറക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒഴുകി വന്ന കണ്ണീർ തുടച്ചുകൊണ്ട് അഞ്ജലി ഇത് പറയുമ്പോൾ കിരണും വല്ലാത്തൊരവസ്ഥയിലായിപ്പോയി. ഇന്നോളം അവന് തൻ്റെ ഏട്ടനോട് തോന്നിയ മതിപ്പ് ഇല്ലാതാവുകയായിരുന്നപ്പോൾ. കാരണം ഏട്ടൻ ഒരിക്കലും സ്വത്തിൻ്റെയും പണത്തിൻ്റെയും പേരിൽ ഒരു പെണ്ണിനെ വേണ്ടെന്ന് വെക്കുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അസ്വസ്ഥമായ മനസ്സോടെ ഉറങ്ങാൻ കഴിയാതെ കിരൺ കിടന്നത്. അതേസമയം ആഹാരമൊക്കെ കഴിച്ചിട്ട് മുകളിലെ അവരുടെ റൂമിലേക്ക് പോവാണ് ഭൂമിയും കാർത്തിയും. ഭൂമി, താൻ ഓക്കെ അല്ലേ? വാടിക്കൊഴിഞ്ഞുള്ള അവളുടെ നടപ്പ് കണ്ടതും അവൻ ചോദിച്ചു. അതെ. അല്പം പതുങ്ങിയ ശബ്ദത്തിൽ ഭൂമി മറുപടി കൊടുത്തു. താൻ എന്നിൽ നിന്ന് എന്തെങ്കിലും ഒളിപ്പിക്കുന്നുണ്ടോ? പെട്ടെന്ന് കാർത്തികിൻ്റെ ചോദ്യം കേട്ടതും ഭൂമി അല്പം പരിങ്ങി. അതെന്താണ് സാർ അങ്ങനെ ചോദിച്ചേ? ഒന്നുമില്ല. ഇന്ന് വൈകുന്നേരം മുതലുള്ള തൻ്റെ മട്ടും മാതിരിയൊക്കെ കാണുമ്പോൾ എന്നിൽ നിന്നും ഒളിപ്പിക്കുന്ന പോലെ എനിക്ക് തോന്നി. ചിലപ്പോൾ എൻ്റെ തോന്നലാകും. കാർത്തി അത് പറഞ്ഞതും ഭൂമി അല്പം ചരിഞ്ഞു നിന്നുകൊണ്ട് ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. അവൻ തന്നെ ശ്രദ്ധിക്കുന്നില്ലെന്ന് കരുതിയ ഭൂമിക്ക് എങ്കിൽ തെറ്റി. അവൻ അവളുടെ എല്ലാ ഭാവവ്യത്യാസങ്ങളും കൃത്യമായി ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ആ, നേരെ ഒത്തിരിയായില്ലേ? ഇനി വന്ന് കിടക്ക്. പഠിക്കാനുള്ളതൊക്കെ നാളെ രാവിലെ എണീറ്റ് പഠിക്കാം. പറഞ്ഞതിൽ ഒന്ന് അമർത്തി മൂളുക മാത്രം ചെയ്ത് ഭൂമി. കാർത്തി റൂമിലേക്ക് പോയി. അല്പസമയം കഴിഞ്ഞിട്ടും ഭൂമിയെ കാണാതായതോടെ റൂമിൽ നിന്നും കാർത്തി ഭൂമിയെ ഉറക്ക വിളിച്ചു. ഭൂമി, ദാ വരുന്നു. അതും പറഞ്ഞുകൊണ്ടവൾ റൂമിലേക്ക് ചെന്നു. കാർത്തി അപ്പോഴേക്കും കിടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. ഭൂമി പതിയെ ചേർന്ന് കാർത്തിയോട് ചേർന്ന് വന്നു. പെട്ടെന്ന് തന്നെ അവൻ്റെ കൈകൾ അവളെ പൊതിഞ്ഞു പിടിച്ചു. കാർത്തി അവളുടെ നെറ്റിയിലൊന്നു മുത്തി. ഭൂമിയുടെ ഹൃദയം അകാരണമായി മിടിച്ചു. ഭൂമി, എന്താ കണ്ണേട്ടാ? എടോ, തനിക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയ്. തൻ്റെ മുഖം കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് തനിക്ക് എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ടെന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. പിന്നെയും പിന്നെ എന്തിനാ ഇത് ചോദിക്കുന്നത്? അത്ര മിതമില്ലാത്ത സ്വരത്തിൽ ഭൂമി അത് പറഞ്ഞതും കാർത്തി പിന്നീട് ഒന്നും പറയാതെ കണ്ണടച്ച് കിടന്നു. പക്ഷേ ആ രാത്രി കാർത്തിക്ക് ഉറങ്ങാനായില്ല. ഭൂമിക്കും. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, അതായത് കാർത്തി ഉറങ്ങിയെന്ന് തോന്നിയപ്പോൾ, ഭൂമി തന്നെ പൊതിഞ്ഞു പിടിച്ച കാർത്തിയുടെ കൈകൾ അടർത്തി മാറ്റിക്കൊണ്ട് ബെഡിൽ നിന്നും പതിയെ എണീറ്റു. മനസ്സ് അസ്വസ്ഥമായതുകൊണ്ട് തന്നെ ഉറങ്ങാതെ കിടന്ന കാർത്തി ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ബെഡിൽ നിന്ന് എഴുന്നേറ്റ് ഭൂമി കാർത്തിയെ തിരിഞ്ഞു നോക്കി. അവൻ ഉറക്കമാണെന്ന് കണ്ടതും അവൾ നേരെ കോളേജിൽ കൊണ്ടുവന്ന ബാഗിനടുത്തേക്ക് നടന്നു. അത്രയും നേരം കണ്ണടച്ച് കിടക്കുമായിരുന്ന കാർത്തി കണ്ണുകൾ തുറന്ന് അവൾ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് നോക്കി. ബാഗിനുള്ളിൽ അല്പനേരം പരതിയ ശേഷം അതിൽ നിന്ന് എന്തോ കൈക്കുള്ളിലാക്കി കൈ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഭൂമി കാർത്തിയെ ഒന്ന് പാളി നോക്കി. എന്നാൽ കാർത്തി ഉറക്കമാണെന്ന് കണ്ടതോടെ ആശ്വാസത്തോടെ ഭൂമി പതിയെ ബാത്റൂമിലേക്ക് കയറി. ചിലപ്പോൾ ഭൂമിക്ക് പീരീഡ്സ് ആയതായിരിക്കുമെന്ന് കരുതി കാർത്തി കണ്ണുകൾ അടച്ചു കിടന്നു. ബാത്റൂമിലേക്ക് പോയി ഏറെ നേരത്തിന് ശേഷം ഭൂമി തിരിച്ചു വരാതായതോടെ കാർത്തി ഉണർന്നു. അല്പസമയത്തിന് ശേഷം ഭൂമിയുടെ വലിയ കരച്ചിൽ കേട്ടുകൊണ്ടാണ് കാർത്തി ബെഡിൽ നിന്ന് എണീക്കുന്നത്. ഈ സമയം ബാത്റൂമിൽ ഡോറിൽ ചെറുതായി തട്ടിയെങ്കിലും അവൾ വാതിൽ തുറക്കാതെ ആയതോടെ കാർത്തി പതിയെ വാതിൽ വെപ്രാളപ്പെട്ട് ബാത്റൂമിലേക്ക് പോയതുകൊണ്ട് തന്നെ
ഭൂമി വാതിൽ ലോക്ക് ചെയ്യാൻ മറന്നിരുന്നു. അതുകൊണ്ട് തന്നെ തള്ളിയപ്പോൾ വാതിൽ തുറന്നു വന്നു. പെട്ടെന്ന് കാർത്തിയെ കണ്ടതും കയ്യിലിരുന്ന എന്തോ ഒന്ന് പിന്നിലേക്ക് ഒളിപ്പിച്ചു വയ്ക്കുന്ന ഭൂമിയാണ് അവൻ കണ്ടത്. എന്താ ഭൂമി, എന്തിനാ കരഞ്ഞത്? കാർത്തി ഇത് ചോദിച്ചെങ്കിലും അവൾ ഒന്നും പറഞ്ഞില്ല. വിവരം ഒരു കൈകൊണ്ട് മുഖത്തെ കണ്ണുനീർ തുടച്ചു മാറ്റി. ഞാൻ കരഞ്ഞില്ല, ഇടറിയ സ്വരത്തിൽ ഭൂമി പറഞ്ഞു നിർത്തി. ഞാനൊരു മണ്ടനല്ല. ഒരു 100 പ്രാവശ്യം ഞാൻ ചോദിച്ചതല്ലേ, എന്തെങ്കിലും വിഷമമോ പ്രയാസമോ ഉണ്ടെങ്കിൽ എന്നോട് പറയാൻ. അപ്പോഴൊക്കെ ഒന്നുമില്ലെന്ന് പറഞ്ഞത്. ഇങ്ങനെ ബാത്റൂമിൽ വന്ന് തനിച്ച് കരയാൻ വേണ്ടിയായിരുന്നോ? അതൊക്കെ പോട്ടെ, തൻ്റെ കയ്യിൽ എന്താണ്? താൻ എന്താ പിന്നിലേക്ക് ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത്? ഒന്നുമില്ല. അതും പറഞ്ഞുകൊണ്ട് ഭൂമി ഒഴിഞ്ഞു മാറാൻ നിന്നെങ്കിലും അല്പം ബലമായി തന്നെ അവൾ പിന്നിൽ ഒളിപ്പിച്ചു പിടിച്ചിരിക്കുന്ന കയ്യിൽ നിന്നത് പിടിച്ചു വാങ്ങി. പെട്ടെന്ന് ഭൂമി അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കരഞ്ഞു തുടങ്ങി. ഭൂമിയുടെ കയ്യിലിരുന്ന പ്രഗ്നൻസി കിറ്റിൽ നെഗറ്റീവ് കണ്ടതും കാർത്തിയുടെ മിഴികളും ഒരു വേള നിറഞ്ഞു. അയ്യേ, ഇതിനാണോ കരഞ്ഞത്? നമ്മളങ്ങനെ പ്ലാനിംഗ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? കാർത്തി ചോദിച്ചപ്പോൾ ഉത്തരമില്ലാതെ ഭൂമി അവൻ്റെ നെഞ്ചിൽ മുഖമുരുട്ടി കരഞ്ഞു. എന്താടാ ഇത്? ഇതിനാണോ എൻ്റെ പെണ്ണ് ഇത്ര നേരം വിഷമിച്ചത്? അവൻ അവളുടെ താടി പിടിച്ച് മേൽപോട്ടുയർത്തി. ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു പോയി, സ്വപ്നം കണ്ടു, ആഗ്രഹിച്ചു. ഒടുവിൽ അവൾ വാക്കുകൾ കിട്ടാതെ വിതുമ്പി. എന്നിട്ട് കയ്യിലിരുന്ന ചുവന്ന നിറമുള്ള ഒറ്റ വരയിൽ ചെന്ന് വീണ്ടും മിഴികൾ ഉടക്കി നിന്നു. തുടരും. സപ്പോർട്ട് മറക്കല്ലേ പ്ലീസ്. ബോറാകാൻ തുടങ്ങിയോ? എല്ലാം കൂടി ഒറ്റ പാർട്ടിൽ തീർത്ത നിങ്ങൾക്ക് ആ ഫ്ലോ പോകുന്നോർത്താണ് വിവരിച്ചെഴുതുന്നത് കേട്ടോ. ഇത്രയും ദിവസം നന്നായി വായിച്ചിട്ട് അവസാനം ഇത്ര കഥ കുളവാക്കിയെന്നാകും. അതുകൊണ്ടാണ്